മറ്റൊരു വാർത്തയിലേക്ക് പെരുമ്പാവൂർ എംഎൽഎ എൽദോസ് കുന്നപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വം തടഞ്ഞ ഹൈക്കമാൻഡ്. എൽദോസിനെതിരായ കേസ് ഈ മാസം 26-ന് പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. ഉല്ലാസ് തോമസ്, മനോജ് മുത്തേടം എന്നീ പേരുകൾ പരിഗണനയിലുണ്ട്. മാരത്തൺ ചർച്ചകൾക്കൊടുവിൽ 70 സീറ്റുകളിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിരിക്കുന്നത്. ആദ്യഘട്ട പട്ടിക ഉച്ചയ്ക്ക് ശേഷം പ്രസിദ്ധീകരിക്കും. സീറ്റ് കിട്ടില്ലെന്ന് ഉറപ്പായതോടെ കെ സുധാകരൻ കടുത്ത അതൃപ്തിയിലാണ്. അനുനയിപ്പിക്കാൻ രമേശ് ചെന്നിത്തല ഡൽഹിയിലെ വസതിയിലെത്തി കൂടിക്കാഴ്ചയും നടത്തി. വിശദമായ വിവരങ്ങളുമായി ശരത്ത് ചേരുകയാണ്. ശരത്ത്, എന്തായാലും പട്ടിക വരുന്നു. പട്ടിക വരുന്നതിന് തൊട്ട് മുൻപായി അമർഷമുള്ളവരെ അനുനയിപ്പിക്കാൻ നേതാക്കൾ ചർച്ച നടത്തുന്നു. ഒപ്പം എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ നേരത്തെ തന്നെ സീറ്റുറപ്പിക്കാൻ ഡൽഹിയിലെത്തി കാത്തിരുന്ന ആളുകൂടിയായിരുന്നു എൽദോസ് കുന്നപ്പള്ളി. എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ മറിച്ചൊരു തീരുമാനമുണ്ടാകുന്നു. സ്ഥാനാർത്ഥിത്വം ഹൈക്കമാൻഡ് തടയുന്ന നിലയുണ്ടാകുന്നു. ഒപ്പം അവിടേക്ക് പരിഗണിക്കുന്ന ആളുകളിൽ ആർക്കാണ് ഈ ഘട്ടത്തിൽ സാധ്യത? പട്ടിക എപ്പോഴേക്ക് നമ്മൾ പ്രതീക്ഷിക്കണം? ശ്യാമിലി, എൽദോസ് കുന്നപ്പള്ളിയുടെ പ്രതിസന്ധി എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ കഴിയുള്ളൂ. അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം തടയുക എന്നതാണ് ഈ നിലവിലുള്ള പുറത്തു വരുന്ന വാർത്തകൾ. എന്നാൽ ഇക്കാര്യത്തിൽ പൂർണ്ണരൂപത്തിൽ എൽദോസ് കുന്നപ്പള്ളിയുടെയൊക്കെയുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കാരണം അതേ രീതിയിൽ തന്നെ വിൻസെന്റ് എംഎൽഎക്കും അതേ രീതിയിലുള്ള കേസുകളും അല്ലെങ്കിൽ കോടതി പരിഗണനയിലുണ്ട്. ഇദ്ദേഹത്തെ എൽദോസ് കുന്നപ്പള്ളി പറയുന്നത് തനിക്ക് കോടതി സൗഭാഗ്യമായി ജാമ്യം അനുവദിച്ച കേസാണ്, മറ്റു രീതിയിൽ അതുമായിട്ട് കമ്പയർ ചെയ്യാൻ കഴിയില്ല എന്നൊരു വാദമാണ് എൽദോസ്. എന്നാൽ എൽദോസിന്റെ കേസ് 26-ന് പരിഗണിക്കുമ്പോൾ അതാണ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചോളം ഒരു വിഷമവൃത്തത്തിലാക്കിയിരിക്കുന്നത്. ഏതായാലും എൽദോസ് ഇന്നത്തെ അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിസന്ധി തുടരുന്നു എന്ന് തന്നെയാണ് പറയാൻ കഴിയുക. അതുമാത്രമല്ല, ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട വാർത്ത നമുക്ക് പറയാനുള്ളത് CEC കഴിഞ്ഞ ശേഷം ഉടനെ തന്നെ ആദ്യഘട്ട പട്ടിക പുറത്തേക്ക് വരും എന്നതാണ്. 2 മണിയോടുകൂടി ആദ്യഘട്ട പുറത്തേക്ക് വരും എന്നുള്ളൊരു സൂചനയാണ് ലഭിക്കുന്നത്. അതിനുശേഷം ബാക്കിയുള്ള സീറ്റുകളിലേക്കുള്ള ചർച്ച ഡൽഹിയിൽ തുടരും. അതുകൊണ്ട് തന്നെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഡൽഹിയിൽ തുടരും, നാളെയും തുടരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് പറയാൻ കഴിയുന്നത്. സീറ്റ് ചർച്ച പൂർണ്ണമായി പൂർത്തിയാക്കിയ ശേഷമേ സണ്ണി ജോസഫ് കേരളത്തിലേക്ക് മടങ്ങുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് രമേശ് ചെന്നിത്തല ഇന്ന് രാത്രിയോടെ ഡൽഹിയിൽ നിന്ന് മടങ്ങിയാലും സംസ്ഥാന പ്രസിഡന്റ് നാളെ മാത്രമേ ഡൽഹിയിൽ നിന്ന് തിരിക്കുള്ളൂ. അതായത് മുഴുവൻ സീറ്റുകൾ സംബന്ധിച്ച ധാരണയുണ്ടാക്കി മുഴുവൻ സീറ്റുകളിലും വ്യക്തത വരുത്തി അതിനുശേഷമേ സണ്ണി ജോസഫ് KPCC അധ്യക്ഷൻ ഡൽഹി വിടുകയുള്ളൂ എന്നതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം. ഏതായാലും സണ്ണി ജോസഫ് ഇന്ന് തിരിച്ച് കേരളത്തിൽ ഇല്ല എന്നാണ് നമുക്ക് കൺഫേം ചെയ്ത് പറയാൻ കഴിയുന്ന കാര്യം. ഏതായാലും സുധാകരനും അതുപോലെ അടൂർ പ്രകാശും ഒക്കെ തന്നെ ഒരു സമന്വയിപ്പിക്കാനുള്ള ശ്രമങ്ങളും തുടരുകയാണ്. ഏതായാലും കെ സുധാകരൻ കോൺഗ്രസിനോടൊപ്പം ഉണ്ടാകും. മാധ്യമങ്ങളാണ് പ്രശ്നം സൃഷ്ടിക്കുന്നതെന്നാണ് രമേശ് ചെന്നിത്തല അല്പസമയം മുമ്പ് പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ പഴി മാധ്യമങ്ങൾക്കാണെങ്കിലും കെ സുധാകരൻ മത്സരിക്കുമോ എന്ന നേരിട്ടുള്ള ചോദ്യത്തിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയും ചെയ്തു. ശ്യാമിലി, ശരി, ശരത്ലാൽ ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.